നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് വെള്ളമുണ്ടും ഷർട്ടുമിട്ട് മനോഹരമായി ചിരിച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഉണ്ണി മുകുന്ദൻ. നിഷ്കളങ്കനായ ഉണ്ണി, അതാണ് നടൻ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് പറയുമ്പോൾ ആരാധക മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ചിത്രവും പേരും. എന്നാൽ ആ ഉണ്ണി മുകുന്ദന് ഇന്ന് അത്ര നല്ല പരിവേഷമല്ല സിനിമാക്കാർക്കിടയിൽ ഉള്ളത്. തന്ത്രവും കുതന്ത്രങ്ങളും പയറ്റിയുള്ള നടന്റെ ഇടപെടലുകളും പ്രവൃത്തികളും വച്ചടി കയറ്റമായിരുന്നു ഇക്കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നടന് സമ്മാനിച്ചത്. 50-60 ലക്ഷം രൂപ പ്രതിഫലത്തിൽ നിന്നിരുന്ന നടൻ അതിവേഗമാണ് 1.5 കോടിയിലേക്കും അവിടെ നിന്ന് 10 കോടിയിലേക്കും തന്റെ പ്രതിഫലം ഉയർത്തിയത്. പൃഥ്വിരാജും ഫഹദ് ഫാസിലും പോലും വാങ്ങുന്നത് 8 കോടിയിൽ നിൽക്കെയാണ് മലയാള സിനിമയെ അടക്കി വാഴാമെന്ന പ്രതീക്ഷയിൽ 10 കോടിയിലേക്ക് ഉണ്ണി തന്നെ തന്റെ പ്രതിഫലം ഉയർത്തിയത്. പിന്നാലെ അമ്മയുടെ ട്രഷറർ സ്ഥാനത്തുമെത്തി. അങ്ങനെ പണവും അധികാരവും കൊണ്ട് എല്ലാം നേടാമെന്ന് നനച്ചിരുന്ന ഉണ്ണി മുകുന്ദൻ ഇപ്പോഴിതാ അമിത ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. നേരത്തെ ചെയ്യാമെന്നേറ്റ സിനിമകളും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളും എന്നും വേണ്ട സകല ഷൂട്ടിങ്ങുകളും തുടച്ചു മാറ്റിയതുപോലെ നടനിൽ നിന്നും പിടിവിട്ടു പോയിരിക്കുകയാണ്. സാധാരണ യുവനടൻ എന്ന രീതിയിൽ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഉണ്ണി മുകുന്ദന്റെ ഗ്രാഫ് ഉയർത്തിയത് മേപ്പടിയാൻ എന്ന വിഷ്ണുമോഹൻ സിനിമയായിരുന്നു. അവിടെ നിന്നും മാളികപ്പുറവും. അതിനിടെ കുറെ സിനിമകളിൽ നടൻ അഭിനയിക്കുമെന്ന വാർത്തകളും വന്നു. ഒന്നായിരുന്നു ജയ് ഗണേഷ്. എന്നാൽ ആ ചിത്രം പരാജയപ്പെട്ടു. പിന്നെ വന്നത് ഗെറ്റ് സെറ്റ് ബേബിയും. എന്നാൽ അതിലെ നടിയുമായുള്ള പ്രശ്നങ്ങൾ കാരണം സിനിമ അപ്പോൾ റിലീസായില്ല. ശേഷം വന്നത് മാർക്കോ എന്ന സൂപ്പർ ഹിറ്റാണ്. പിന്നാലെ 10 കോടിയിലേക്ക് പ്രതിഫലവും ഉയർത്തി 2ാം ഭാഗവും ഇറക്കാനിരിക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഉണ്ണി മുകുന്ദന്റെ മുഴുവൻ സിനിമകളും ഇപ്പോഴിതാ റദ്ദു ചെയ്തിരിക്കുകയാണ്. മാർക്കോയുടെ 2ാം ഭാഗവും ഇല്ല. അതിന് പിന്നിലുണ്ടായ കാരണം മാർക്കോ ടീമുമായി ഉണ്ണി മുകുന്ദൻ അടിച്ചു പിരിഞ്ഞെന്ന സത്യമാണ്. മാർക്കോക്കാരുമായി മാത്രമല്ല, മേപ്പടിയാന്റെ സംവിധായകൻ വിഷ്ണു മോഹൻ അടക്കം ഇതിനു മുൻപ് ചെയ്ത എല്ലാ സിനിമകളിലെ അണിയറക്കാരുമായും ഉണ്ണി അടിച്ചു പിരിഞ്ഞു. വിഷ്ണുവിന്റെ സുഹൃത്ത് വിപിനെയായിരുന്നു ഉണ്ണി തല്ലിയെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നത്. പിന്നാലെയാണ് സിനിമകൾ മുഴുവൻ നഷ്ടമായത്. നെടുലാൻ, ഗന്ധർവ ജൂനിയർ തുടങ്ങിയ സിനിമകളെല്ലാം ഉണ്ണി മുകുന്ദനുമായുള്ള പ്രതിഫല തർക്കത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. മാർക്കോയ്ക്ക് ശേഷം ഗെറ്റ് സെറ്റ് ബേബിക്ക് ഡബ്ബ് ചെയ്തതുപോലും കൂട്ടിച്ചോദിച്ച പ്രതിഫലവും സിനിമയുടെ 20% ലാഭവും നൽകാമെന്നേറ്റത് ആയിരുന്നു. തുടർന്ന് നടിയുമായുള്ള പ്രശ്നത്തെ തുടർന്ന് സിനിമയുടെ പ്രൊമോഷനിൽ നിന്നും വിട്ടുനിന്നു. ഒടുവിൽ ആ സിനിമ പുറത്തിറങ്ങിയെങ്കിലും 8 നിലയിൽ പൊട്ടി. 12 കോടി മുടക്കി ഇറക്കിയ സിനിമ കളക്ട് ചെയ്തത് വെറും 91 ലക്ഷം രൂപയായിരുന്നു. നേരത്തെ